ഈ സമാധാനം എന്നുള്ളത് താങ്കൾക്ക് അങ്ങാടിയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, താങ്കൾ എങ്ങും അണയേണ്ട ആവശ്യമില്ല, താങ്കൾ എങ്ങോട്ടും പോയി നിൽക്കേണ്ട ആവശ്യമില്ല. താങ്കൾക്ക് ഈ സമാധാനം വേണമെങ്കിൽ യേശുവിനായിട്ട് തങ്ങളുടെ ഹൃദയം വിട്ടുകൊടുത്ത് നൽകിയാൽ മതി. ഹൃദയത്തിൽ യേശുവിനെ കൈകൊണ്ട് ദൈവമെതിരായി തങ്ങൾക്ക് ജീവിപ്പാൻ സാധിക്കുന്നു എങ്കിൽ അതാണ് ഏറ്റവും വലിയ ധന്യമായ കാര്യം. ഈ നശിക്കുന്ന ലോകത്ത്, തീക്കാറ്റ് വെച്ചിരിക്കുന്ന ഈ ലോകത്ത് ഇതാ പുതിയൊരു ഭൂമിയിൽ വരുന്നു. യേശുവിന് രണ്ടാമത്തെ വരവ് ഇതാ ആഗമിച്ചിരിക്കുന്നു. ഈ ലോക സംഭവങ്ങളെല്ലാം രണ്ടാം വരവിനെ കുറിച്ച് വിളിച്ചോതുകയാണ്. യേശു ഭൂമിയിൽ ആദ്യം നൽകി വന്നത് ഈ ലോകത്തിലെ മനുഷ്യരായ ഭാവികളെ രക്ഷിപ്പാനെങ്കിൽ രണ്ടാമത് യേശു ഇവിടെ വരുന്നത് ചേർക്കുവാനാണ്. ആവശ്യത്തിനായ കർത്താവിനെ സ്വീകരിപ്പാൻ ഒരു വിശുദ്ധമായ വാക്യമായിട്ട് തീരുവാൻ ഈ ദേശനിവാസികളെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്രിസ്മസ് ഒരു യഥാർത്ഥ ക്രിസ്മസായി മാറട്ടെ. ഈ ക്രിസ്മസ് ദിനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു യേശുവിനൊരു ഇരിപ്പിടം ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലെ മധ്യത്തിന് പിന്നാലെ പോയി ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാനല്ല, ക്രിസ്മസ് എന്നുള്ളത് യഥാർത്ഥ ക്രിസ്തു താങ്കളുടെ ഉള്ളിൽ ജനിച്ച് ദിനംപ്രതി ക്രിസ്തുവിനായിട്ട് ജീവിക്കുന്നതായിരിക്കണം യഥാർത്ഥ ദൈവമൈതൽ. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരുവാൻ ഇടയായിട്ടുള്ളൂ. ഇതാവായി ബൈബിൾ ഇങ്ങനെ പറയുന്നു, പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാവലത്തോടു കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തുകയും ജീവനോടെ ശ്രമിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും ചെയ്ത ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ ലോകത്തിന് ഏതൊരു ചരിത്രത്താലും പരിശോധിക്കുവാണെങ്കിൽ ഇതാ ബൈബിൾ പ്രവചനങ്ങൾ അടിയടിയായി വിമർശിച്ചിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ വിളിച്ചു പറയാം. ഇതാ യേശു പറഞ്ഞിതാ ഞാൻ വീണ്ടും വരുന്നു, പിന്നെ ചേർക്കുവാൻ വരുന്നു. അത് ഇന്ന് യേശു നമുക്കായിട്ട് അവൻ കൊടുക്കുവാൻ പോയിരിക്കുന്നു. ഇതാ എനിക്ക് മടങ്ങി വരുന്നു. ആ ബൈബിൾ പ്രവചനം നിവർത്തിയാകുവാൻ അനേക നാളുകളിൽ ഒരുപക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്ന വിലപ്പെട്ട സമയമായിരിക്കാം. അടുത്തൊരു നിമിഷം താങ്കൾക്ക് ചിന്തിക്കുവാൻ കിട്ടിയില്ലെന്ന് വരാം. ഒരുപക്ഷെ താങ്കൾ കേൾക്കുന്ന അവസാന സുവിശേഷ സന്ദേശമായിരിക്കാം. എന്തും ആയിക്കൊള്ളട്ടെ, ഇതാ സുവർണ്ണ സമയമാണ്. കൈക്കൊള്ളുക, ജീവിതം വിട്ടൊഴിയുക, ദൈവവൈദ്യനാകുക, ക്രിസ്തുവാകുന്ന മണവാളനെ സ്വീകരിക്കാൻ സമയമാകുന്ന മണവാട്ടിയോടൊപ്പം ചേരാൻ ഈ ദേശനിവാസികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ സമയത്തിനായിട്ട് ഇതേ പുതങ്ങയുടെ കരുത്ത് എത്തിക്കുന്നു. യഥാർത്ഥ ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ ഈ ദേശനിവാസികളോട് സഹായിക്കട്ടെ. ദൈവപ്രവൃത്തിയോട് ഒരുമിച്ച് അനുഭവിച്ചറിയുവാൻ സഹായിക്കട്ടെ. ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ മനസ്സിലാട്ടെ. യേശുവിന്റെ നമസ്കാരം.